ഗൈസ്, നമ്മുടെ ഈ ഫുട്ബോൾ പി സിയിൽ ഒരു 900 കോയിൻ കഷ്ടിച്ചിട്ടുണ്ട്. ആ 900 കോയിൻ ഇറക്കി നമ്മുടെ പി സിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പോവാ. 900 കോയിനാണ് പങ്കെടുക്കണേ. ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ, അങ്ങനെ നമുക്ക് നമ്മളുടെ ജോഹാൻ ക്രൈഫിനെ ഒരു 900 കോയിനിൽ കിട്ടിയിരിക്കുകയാണ്. ഈ ഫുട്ബോൾ പി സിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള, മൊബൈലിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ക്രൈഫിൻ്റെ ഒരു പ്ലെയർ പ്രോഗ്രഷനും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഗെയിം പ്ലേ എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ലായിരിക്കും. കാരണം ഈ ഫുട്ബോൾ പി സിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ വെച്ചിട്ട് അവരുടെ സ്കിൽസ് മാനേജ് ചെയ്ത് കാണിക്കലാണ്. ഒരു ഓളത്തിൽ അങ്ങോട്ട് കളിക്കുമ്പോൾ എല്ലാവരും കളിക്കുന്നല്ലാണ്ട് ഞാൻ അത്രയും പ്രോ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്രൈഫിൻ്റെ ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഗ്രഷനും ചില ഞാൻ കളിപ്പിച്ച് കുറച്ച് ഞാൻ ഒരു 5-8 കളി കളിപ്പിച്ചു. അതിൽ എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ പങ്കുവയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സ്ക്വാഡ് എന്ന് പറയുന്നത് ഗൈസ്. ക്രൈഫിന് പകരം അവിടെ ഗുള്ളിറ്റായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. സി എഫിൽ ഗുള്ളിറ്റ് അങ്ങനെ മാറിയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ക്രൈഫ് വന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. എന്തെന്ന് വെച്ചാൽ പുള്ളി ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡാണ്. ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്കിലോട്ട്, അതായത് മിഡിൻ്റെ അവിടേക്ക് വല്ലാണ്ട് ഇറങ്ങി വരും, ഭയങ്കരമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തത്, നമ്മളുടെ ടാക്ടിക്സ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് കൗണ്ടർ ടാർഗറ്റ് ഇട്ട് കൊടുത്തു. ക്രൈഫിന് കൗണ്ടർ ടാർഗറ്റ് ഇട്ട് കൊടുത്തപ്പോൾ പുള്ളി പിന്നെ ബാക്കിലേക്ക് ഇറങ്ങി വരൽ കുറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് ഫിനിഷിങ്ങിനേക്കാളും ക്രൈഫിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാസിംഗ് ആണ്. ത്രൂ പാസും അതേപോലെ ലോഫ്റ്റഡ് പാസും ഒക്കെ ഒരു രക്ഷയില്ല. ഫിനോമിനൽ പാസും മൊമെൻ്റം ഡ്രിബിളിംഗ് ആണ് പുള്ളിക്കുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഗുള്ളിറ്റ് അത് കയറി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോർലൈൻ അത് കയറി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ സി എഫിലായിരുന്നപ്പോൾ പോലും ക്രൈഫ് നല്ലൊരു പാസും ത്രൂവും വെച്ച് കൊടുക്കണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും SS കളിപ്പിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലതെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ SS ക്രൈഫിനെ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഗ്രഷൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഇൻ ഗെയിമിൽ ആളുടെ സ്റ്റാറ്റ് വരുന്നത്. 96 ഫിനിഷിങ് വരണേ. ഞാൻ പിന്നെ കേള് 91 വരുന്നുണ്ട്. അവിടെ ആക്സിലറേഷൻ ആയിരുന്നു 100. അപ്പോൾ ഞാൻ ആക്സിലറേഷൻ കുറച്ച് സ്പീഡും കിക്കിംഗ് പവറും കൂടാൻ വേണ്ടി ഡെക്സ്റ്റാരിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം യൂസ്ഫുള്ളായ ഒരു സ്റ്റാറ്റാണിത്. അത്യാവശ്യം സ്പീഡ് ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്, പിന്നെ കേളുണ്ട്. പാസിങ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി, എന്നാലും സ്റ്റിൽ ആള് നല്ല രീതിക്ക് ത്രൂ പാസും എല്ലാം കൊടുക്കുന്നുണ്ട്, ഫിനോമിനൽ പാസിംഗ് ഉള്ള കാരണം. അപ്പോൾ ഇതാണ് ആളുടെ സ്കിൽസൊക്കെ പറഞ്ഞത്. ഞാൻ എക്സ്ട്രാ സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അതേ കണ്ടില്ലേ, 12 മാച്ചാണ് കളിച്ചിട്ടുള്ളൂ. അതിൽ 17 ഗോളും 11 അസിസ്റ്റും. എനിക്ക് തോന്നുന്നു അസിസ്റ്റ് കൂടുതലും ഓൺലൈൻ മാച്ചസിലും ഗോൾ കൂടുതലും ഓഫ്ലൈൻ മാച്ചസിലാണ് അടിച്ചിട്ടുള്ളത്. അത് ഞാൻ ചുമ്മാ അവിടെ വെച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ. അപ്പോൾ ഇതാണ് പുള്ളിയുടെ സ്റ്റാറ്റ് പറഞ്ഞത്. ഇനി ഞാൻ കൊടുത്തിട്ടുള്ള പ്ലെയർ പ്രോഗ്രഷൻ കാണിച്ചു തരാം. ഷൂട്ടിങ് 11, ഡ്രിബിളിങ് 4, ഡെക്സ്റ്റാരിറ്റി 8, ലോവർ ബോഡി 12 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞു, ഡെക്സ്റ്റാരിറ്റി അല്ല ലോവർ ബോഡിയാണ് ഞാൻ കയറ്റി കൊടുത്തത്. ഡെക്സ്റ്റാരിറ്റി കുറച്ചിട്ട് ലോവർ ബോഡിയാണ് ഞാൻ കൂട്ടി കൊടുത്തത്. അതേപോലെ ഏരിയൽ സ്ട്രെങ്ത് 4. ഇതാണ് ഞാൻ ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എവിടെയൊരു ആർക്കും വേണ്ടാണ്ടൊരു GK ഒരു പോയിന്റ് എടുക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമോ നോക്കാം. അത് പാസിങ്ങിൽ നമ്മൾ കൊടുത്തു, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഫൈനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊള്ളാലോ അത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലെയർ പ്രോഗ്രഷനും പ്ലെയർ സ്റ്റാറ്റും. പിന്നെ 109 ആവും ഈ ക്രൈഫ്. പക്ഷേ എൻ്റെ 108 ആയിട്ടുള്ളൂ. എനിക്കറിയില്ല, ഏതെങ്കിലും ഇനിയിപ്പോൾ മാനേജറിനെ എങ്ങാനും മാറ്റി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആവുമായിരിക്കും.
സ്റ്റിൽ ഐ എം ഫൈൻ വിത്ത് ദ സ്റ്റാറ്റ്. പുള്ളി കൊള്ളാം, രസമുണ്ട്. ഡ്രിബ്ലിംഗ് ആയാലും നമ്മളൊരു ഡാഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡാഷാണ്. വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല, പ്ലെയറിനെ കളിപ്പിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഡബിൾ ടച്ച് ഇല്ല, ആ ഒരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കറിയുമോ എനിക്കറിയില്ല, ഈ ഫുട്ബോൾ പി സിയിൽ ഇപ്പോൾ ഏത് പ്ലെയർ ആണെങ്കിലും അവർക്ക് ഡബിൾ ടച്ച് ഇല്ലെങ്കിലും നമുക്ക് ഡബിൾ ടച്ച് ഇടാൻ പറ്റും. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല, നമ്മളെ നെയ്മറൊക്കെ ഇടുന്ന പോലത്തെ ഡബിൾ ടച്ച് ആയിരിക്കില്ല, ഇത് ഇത്തിരി ലാഗി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പന്ത് കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ക്രൈഫിൻ്റെ വിശേഷങ്ങൾ. ക്രൈഫ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. കാരണം വെറും 900 കോയിൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കറക്കിയപ്പോഴാണ് നമുക്ക് ക്രൈഫിനെ കിട്ടിയത്. ഇതേപോലെ തന്നെ ഒരു 900 കറക്കിയപ്പോഴാണ് നമുക്ക് അന്ന് റൂട്ട് ഗുള്ളിറ്റിനെയും അതേപോലെ റൂയി കോസ്റ്റേനെയും കിട്ടിയിട്ടുള്ളത്. ശരിയാണ്, വേണമെങ്കിൽ മെസ്സിനെയും കൂടെ തരായിരുന്നു. അപ്പോൾ ആർമഫിൽ നമുക്ക് അഹങ്കാര മെസ്സിനെയും കൂടെ ഇടായിരുന്നു. പിന്നെ അത്രയൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, കുന്നോളം ആഗ്രഹിച്ച കടുവോളം കിട്ടും, അത് ശരിയാണ്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു കടുകിനേക്കാൾ വലിപ്പമുള്ള സംഭവം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ എത്രയൊക്കെയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒബ്വിയസ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാവണമെങ്കിൽ മാത്രം മതി. പിന്നെ ഗെയിം പ്ലേ ഒക്കെ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗൊക്കെ കാരണമാണ് ഞാൻ അത് ചെയ്യാത്തത്. പിന്നെന്താ വേറെ എന്തോ പറയണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ വീഡിയോസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, പുതിയ വീഡിയോ ആയിട്ട് കാണാം. ശരി.